ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ അപ്പമാണ്, കൊറിയാണ്ടർ അപ്പം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് കഴുകി വെള്ളം ഊറ്റി വെച്ചതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് മല്ലിയില, 1 പച്ചമുളക്, 2 ചെറിയുള്ളി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് വെള്ളം. ഇതെല്ലാം ഒരു ബ്ലെൻഡറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെ മല്ലിയിലയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ചേരുവ. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് 3-4 മണിക്കൂർ പൊങ്ങാനായി മാറ്റിവെക്കാം. ചൂടുള്ള സ്ഥലത്ത് മാറ്റിവെച്ചാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഞാനിത് വൈകുന്നേരമാണ് അരച്ചത്, രാത്രി ചുട്ടെടുത്തു. 4 മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങിക്കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓൾസ് വന്നു തുടങ്ങിയാൽ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. അപ്പം റെഡിയായോ എന്ന് നോക്കാം. ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി അടുത്ത മാവ് ഇതുപോലെ ഒഴിച്ച് ചുട്ടെടുക്കാം. ഞാനിവിടെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണിത്. മല്ലിയില ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.